ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു പാസ്ത പരീക്ഷണമാണ്. അതിനായിട്ട് നമ്മൾ വെല്ലുള്ളി, മുളക്, പിന്നെ വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളൊരു പരീക്ഷണം മാത്രമാണ്, എനിക്കറിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കൂടെ ഞാനായിട്ടൊരു ചോപ്പറിൽ ചോപ്പ് ചെയ്യാണ് ചെയ്തത് പെട്ടെന്ന് തീരാൻ വേണ്ടി. ആ സമയത്താണ് അമ്പലത്തിൻ്റെ ഉത്സവമായിരുന്നു. അപ്പം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നോട്ടീസൊക്കെ തരാൻ. പിന്നെ അവരൊക്കെ വന്ന് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടു. കാരണം അരിയുന്നതിനും കാട്ടി എളുപ്പം ചോപ്പ് ചെയ്യുന്നതാണല്ലോ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്യാൻ പോയി എല്ലാം കൂടെ. എനിക്കിതിനെക്കുറിച്ച് യാതൊരുവിധ ഇതുമില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കാൻ തന്നെ ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ച് അതൊന്ന് മാറ്റി വെച്ചൊരു സൈഡിലേക്ക്. പിന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു പാസ്ത വേവിക്കാനുള്ളത്. പിന്നെ നമ്മൾ ആ പാക്കറ്റ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കുറച്ച്. മൊത്തം നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി കാത്തിരുന്നു. പിന്നെ വെള്ളം കുറച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ച പാസ്ത എടുത്തിട്ട് അതിലിട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊന്ന് വെള്ളം ഊറ്റിക്കളയാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുത്തു. കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് വെക്കും എല്ലാം കൂടെ കട്ട പോലെ. നമ്മൾ വെളിച്ചെണ്ണയും കൂടെ വെച്ചു. പിന്നെ നമ്മൾ ആ പാത്രം തന്നെ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴണ്ടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവാണ്, പക്ഷെ ഞാൻ കൂടാതെ കുറേ ഇട്ട് കൊടുത്തു. അത് നല്ല എരിവായിരുന്നു ഉണ്ടാക്കി വന്നപ്പം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകം പൊടിച്ചതാണ്. പിന്നെ അതും കുറച്ച് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം അതൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തു കുറച്ച് നേരം. പിന്നെ അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്കും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇതാക്കി. പിന്നെ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, ഒരു സോസിൻ്റെ പരുവം പോലെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ എങ്ങനെയൊക്കെയോ ആക്കിയെടുത്ത്. അതിനുശേഷം നമ്മൾ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത എടുത്തിട്ടു. എണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ല എരിവായിരുന്നു. ഒന്നാമത് മുളക് പൊടീൻ്റെ എരിവുണ്ടായിരുന്നു, പിന്നെ കുരുമുളകിൻ്റെ എരിവും കൂടെ നല്ല എരിവായിരുന്നു. നല്ലോണം കുറച്ച് എരിവ് കുറച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എരിവ് കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ആ തീയിലിട്ട് തന്നെ വേവിച്ചു, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.